നമ്മൾ റേഷൻ കടയിലെ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഒരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള പൊടി കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, എണ്ണ ചേർക്കുന്നില്ല. ഉപ്പിടാം. നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഇടാം. ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ച് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. മതി. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് പൊടി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിക്കാം. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഓക്കെ, ഇത്രയും മതിയാവും. വെള്ളം ഇത് മതിയാവും. അതൊന്ന് കുഴച്ചിട്ട് കാണാമേ. കുഴച്ചിട്ട് കാണാം. കുറച്ചും കൂടി വെള്ളം വേണം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഒന്ന് നോക്കട്ടെ, വെള്ളം മതിയാവും നോക്കട്ടെ. നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. എന്നിട്ട് അത് കുഴച്ച് കേട്ടോ കുറച്ച്. കാരണം ഞാൻ ഈ ഫോണ് കൈ പിടിച്ചാണ് വീഡിയോ എടുക്കുന്നത്. അതായത് ഒരു കൈ കൊണ്ട് കുഴക്കൽ പാടാണ്. അതുകൊണ്ട് ഞാൻ എന്നിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളമായിട്ട് തോന്നും, പക്ഷേ ഇത് ഇത്രയും വെള്ളം വേണം. കുഴപ്പമില്ല. നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ജസ്റ്റ് ഞാൻ ഒന്ന് ഷേപ്പാക്കി വെക്കുവാണേ. ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കിത് അടച്ചു വെക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, സോഫ്റ്റായി. വേണ്ടേ, ഞാനിവിടെ പരത്താനുള്ള ഇതിനകത്ത് കുറച്ച് പൊടി തേച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ തടിയുടെയാണ്. അതുകൊണ്ട് ഇതിനകത്ത് വെള്ളം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കത്തില്ലേ പരത്തുമ്പം. ഇതുണ്ട്. അതുപോലെ ഇതിനകത്തും കുറച്ച് പൊടി വിതറിയിട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് ഉരുട്ടി പരത്താം. ഈ പാത്രം നല്ല വൃത്തിക്ക് തുടച്ചതാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇതിനകത്ത് വെച്ചാണ് പരത്തുന്നത്. നമുക്ക് നമ്മളെടുത്ത മാവിനൊരു 7 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ടാണ് ബോൾസ് എടുത്തേക്കുന്നത്, വലുതല്ല. നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ കുറച്ച് മാവ് ഇങ്ങനെ കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടായിരുന്നു മാവ് ബോളാക്കി എടുത്തത് കേട്ടോ. നമുക്കിനി ഇത് ഓരോന്ന് വെച്ച് പരത്തിയെടുക്കാം. കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. കുറച്ച് മാവ് ഇങ്ങനെ വെച്ച് പരത്താം. ഇത് പരത്തിയിട്ട് കാണിക്കാമേ. ഇതാ നമ്മുടെ ചപ്പാത്തി ഒരെണ്ണം ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ 7 ചപ്പാത്തിയും പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. പരത്തിയ ഭാഗമൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. കത്തിച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. പാത്രം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് ഉണങ്ങി ചൂടാവട്ടെ. പാൻ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. നമുക്ക് പരത്തി വെച്ചേക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. ചപ്പാത്തിയും ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് വേവട്ടെ, ഒരു ഭാഗം വേവട്ടെ. ചെറുതായിട്ട് കുമ്പളകൾ വരുന്നുണ്ട്, ചെറിയ രീതിയിൽ. കണ്ടോ? നമുക്കിതൊന്ന് ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം തന്നെ അവിടെ ഇവിടെയൊക്കെ കുറേ കുമ്പളകൾ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പ്രസ് ചെയ്തെടുക്കാം. വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇത് വെന്തിട്ടുണ്ട്. നമ്മൾ പരസ്യത്തിൽ കാണുന്ന പോലെ അത്രയും അങ്ങ്
പൊങ്ങുന്നില്ല ഇത്. ഓക്കെ, ബാക്കിയുള്ള ചപ്പാത്തിയോട് നമുക്ക് ചുട്ടെടുക്കാം. പാത്രത്തിലേക്ക് ചപ്പാത്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല സോഫ്റ്റാണ് ചപ്പാത്തി. ഉണ്ടോ, നല്ല സോഫ്റ്റാണ്. പിച്ച് കാണിച്ചത് നല്ല സോഫ്റ്റാണ് ചപ്പാത്തി. ഉണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.